ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ലൂക്കാച്ചൻ്റെ മാമോദീസ കൂടാനാണ്. ഒരു കുഞ്ഞുണ്ടാവുമ്പോൾ കുഞ്ഞിൻ്റെ കൂടെ അപ്പനും അമ്മയും വീണ്ടും ജനിക്കുന്നല്ലേ. അങ്ങനെ കുഞ്ഞു ലൂക്കാച്ചൻ്റെ കൂടെ വീണ്ടും ജനിച്ചവരാണ് ഈ നിൽക്കുന്നത്. പിന്നെ ഈ ഫംഗ്ഷൻ ഒരു പ്രത്യേകത കൂടിയുണ്ട്. ഞാൻ ഒരുപാട് വർഷം കൂടി നമ്മുടെ വീട്ടിലെ ഒരു ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യുന്നത് ഇതാണ്. അങ്ങനെ പള്ളിയിലെ ചടങ്ങുകളൊക്കെ ഭംഗിയായി കഴിഞ്ഞു. ഇനി നമ്മൾ പോകുന്നത് റിസപ്ഷൻ വെന്യൂവിലേക്കാണ്. ഈ ഫംഗ്ഷൻ നടക്കുന്നത് വെച്ചുചിറയിൽ വെച്ചിട്ടാണ്. പള്ളിയിൽ നിന്ന് കുറച്ച് മാറിയായിരുന്നു പാർട്ടി ഹാൾ. ഇപ്പം നമ്മൾ അങ്ങോട്ടാണ് ഈ പൊക്കോണ്ടിരിക്കുന്നത്. അങ്ങനെ സ്ഥലം എത്തിപ്പോയി. ഇവിടെയാണ് ഫംഗ്ഷൻ നടക്കുന്നത്. ഇതിന് തൊട്ട് താഴെ കാണുന്നതാണ് പെരുന്തേനരുവി. ദേ നമ്മളെ വെൽക്കം ചെയ്യാൻ ചിരിച്ചുകൊണ്ടിരിക്കുന്ന ആളെ കണ്ടോ? ഞങ്ങൾ മമ്മിയുടെ കൂടെ കഴിക്കാനിരുന്നത് കൊണ്ട് മെയിൻ റിസപ്ഷൻ ഹാളിലെ കുറേ ഇവന്റ്സ് മിസ്സായി. ഫുഡ് കഴിപ്പൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ മെയിൻ റിസപ്ഷൻ നടക്കുന്ന ഹാളിലെത്തി. അവിടെ ആകെ തിരക്കായിരുന്നു. കുഞ്ഞു ലൂക്കാച്ചനെ കളിപ്പിക്കാനും അവന് ഗിഫ്റ്റ് കൊടുക്കാനും ഒക്കെയുള്ള ആൾക്കാരുടെ തിരക്ക്. പിന്നെ ഞങ്ങൾ ആ കിട്ടിയ സമയത്ത് കസിൻസിനെയൊക്കെ പെറുക്കിയെടുത്ത് കുറച്ച് ഫോട്ടോസ് എടുത്തു. അങ്ങനെ എല്ലാവരോടും യാത്ര പറഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. ഇവിടെ വരെ വന്നിട്ട് പെരുന്തേനരുവി വരെ പോവാതെ എങ്ങനെയാ? ഫുഡ് കഴിച്ചിട്ട് നടക്കാൻ മേലാന്നുള്ളത് സത്യമാണ്. പിന്നെ വെള്ളം കുറവായതുകൊണ്ട് പിള്ളേരെയും കൊണ്ട് ഇറങ്ങാനും പേടിക്കണ്ടല്ലോ. ഇപ്പം കാണുന്ന ഈ അരുവി ശാന്തമാണ്. പറഞ്ഞു കേട്ടിടത്തോളം ആൾക്ക് വേറൊരു രൗദ്രഭാവം കൂടിയുണ്ട്. 2018 പ്രളയ സമയത്ത് ഇവിടെ വെള്ളം കയറിയതൊക്കെ അവിടെ ഉണ്ടായിരുന്നവർ പറയുന്നുണ്ടായിരുന്നു. അവർ പറഞ്ഞത് ഇവനെ ഇതിൻ്റെ ശരിക്കുള്ള ഭാവത്തിൽ കാണണമെങ്കിൽ മൺസൂൺ സീസണ് വരണമെന്നാണ്. അന്ന് പക്ഷെ നമുക്കിത്ര ഇറങ്ങിയൊന്നും കാണാൻ പറ്റില്ല. അല്ലേലും ഇറങ്ങാത്തതാണ് നമ്മുടെ ജീവനും നല്ലത്. അവിടെ നിന്ന് കുറച്ച് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്ത് നമ്മൾ അവിടുന്ന് തിരിച്ചു. അങ്ങനെ ഒരുപാട് നാൾ കൂടി ഒരു ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യാൻ പറ്റി. അതും ഇത്രയും നല്ല സ്ഥലത്ത്.